എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സമ്പൂർണമായ രക്ഷ നമ്മുടെ രക്ഷാ കർത്താവായ യേശു മാത്രമാണ്. ഇന്ന് ഈ ലോകം വളരെ പ്രതിസന്ധിയിലും കലുഷിതമായ സാഹചര്യത്തിലുമാണ്. ഈ ലോകത്തിൻ്റെ ധാർമ്മികവും ആത്മീയവുമായ തകർച്ചയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകം മുന്നോട്ട് പോവുകയാണ്. നമുക്കായി നേടിത്തന്ന സൗജന്യമായ രക്ഷയിൽ നമ്മൾ ജീവിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. നമ്മൾ അനേകരിന്ന് വെറുപ്പിലും വൈരാഗ്യത്തിലും പ്രതികാര ചിന്തയിലും മത്സര ബുദ്ധിയിലും ജഡീകതയിലും ലൗകികതയിലും പാപമ്ലേച്ഛതയിലും പല വിധത്തിലുള്ള അരാജകത്വങ്ങളിലും ജീവിക്കുന്നതിൻ്റെ കാരണം ഈ രക്ഷ അനുഭവിക്കുവാൻ, കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് കഴിയുന്നില്ല. ആരെല്ലാം യേശുവിനെ കണ്ടുമുട്ടുന്നുവോ അവർ ഈ രക്ഷ അനുഭവിക്കുകയാണ്, ഈ രക്ഷയിൽ ജീവിക്കുകയാണ്. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവായ യേശു നമുക്ക് നൽകിയ ഈ സൗജന്യമായ നിത്യമായ രക്ഷയാണ്. ഇറ്റേണൽ സാൽവേഷൻ. ഈ നിത്യരക്ഷയിലാണ് നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കേണ്ടത്. നമ്മുടെ തലമുറകൾ ഈ രക്ഷാകര ജീവനിൽ നിറയപ്പെടണം. നമ്മുടെ സഭയും സമൂഹവും ഈ രക്ഷയിലാണ് ദിനംതോറും വളരേണ്ടത്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ഇളം പൈതങ്ങളെ പോലെ ഈ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ദാഹിക്കുവീൻ. അമ്മിഞ്ഞ പാലിനു വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തോട് പറയാ, നിങ്ങൾ കരയുക, നിങ്ങൾ ദാഹിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നിങ്ങൾ നിലവിളിക്കുക, രക്ഷയിൽ ദിനംതോറും ജീവിക്കുവാൻ വേണ്ടി. കർത്താവ് നമുക്കായി നേടിത്തന്ന ഈ നിത്യമായ രക്ഷ ഈ ലോകം നഷ്ടപ്പെടുത്തി കളയുന്നു, നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ ഓരോരുത്തരും ഈ രക്ഷ നഷ്ടപ്പെടുത്തി കളയുന്നു. തന്മൂലം നമ്മൾ അനേകരും നിരാശിതരും ദുഃഖിതരും പാപബോധമില്ലാത്തവരും കഠിനഹൃദയരും മനസാക്ഷി കരിഞ്ഞുപോയവരും എന്നു വേണ്ട പല വിധത്തിലുള്ള തിന്മകളിലും മ്ലേച്ഛതകളിലും പെട്ട് നമ്മൾ ജീവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശുദ്ധ നോമ്പ് എന്താണ് നമ്മോട് പറയുന്നത്? ഇത് അനുതാപത്തിനുള്ള സമയമാണ്, ഇത് മാനസാന്തരത്തിൻ്റെ സമയമാണ്. ഹൃദയ തകർച്ചയോടെ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമാണ്. കർത്താവ് ഒരുക്കി തരുന്ന ഈ രക്ഷയുടെ സമയം നമ്മൾ തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ വലിയ തകർച്ചയും നാശവുമായിരിക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സംഭവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടി? ലോകം ഇന്ന് കരയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടിയാണ്? രക്ഷയ്ക്ക് വേണ്ടിയാണ്. പ്രത്യാശയും സ്നേഹവും സമാധാനവും ഈ ലോകത്തിൽ നിന്ന് അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. ലോകം കരയുകയാണ് പ്രത്യാശയ്ക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി, സ്നേഹത്തിൽ സമൃദ്ധി പ്രാപിക്കുവാൻ. ഇവിടെയും കൊലപാതകങ്ങളും വെറുപ്പും വൈരാഗ്യവും യുദ്ധക്കെടുതികളും യുദ്ധഭീഷണികളും എന്നു വേണ്ട സകലവിധ അരാജകത്വങ്ങൾ കൊണ്ട് ഇന്ന് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം ഈ ലോകം ഈ രക്ഷ നഷ്ടപ്പെടുത്തി കളയുന്നു. ലോകത്തിൻ്റെ നിലവിളി രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 30-ാം വചനത്തിൽ ആ കാരാഗൃഹ പ്രമാണി, ആ ജയിൽ വാർഡൻ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. തനിക്ക് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് ലോകം നമ്മോട് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് രക്ഷ വേണം, ഞങ്ങൾക്ക് രക്ഷ ലഭിക്കണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
പ്രത്യാശയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി കരയുന്ന ഈ ലോകം ഞങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സകല പ്രതീക്ഷയും അസ്തമിച്ചു ഈ കാരാഗ്രഹ പ്രമാണിക്ക്. ആരും സഹായിക്കാനില്ലാത്ത, ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു ഹെൽപ്ലെസ്സായ സാഹചര്യം അവൻ്റെ മുൻപിൽ വന്നു. അവൻ നിലവിളിച്ചു, ഞാൻ എന്തു ചെയ്യണം രക്ഷപ്പെടുവാൻ? ഈ പ്രധാന ചോദ്യത്തിന് മറുപടിയായി വിശുദ്ധ പൗലോസ്ലീഹ ഈ കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാമത്തെ വചനമാണ് നമുക്ക് സുപരിചിതമായൊരു വചനം. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ സഹോദരങ്ങളെ, രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച ആ കാരാഗ്രഹ പ്രമാണിയോട് എന്താണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്? നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യു ബിലീവ്. നീ വിശ്വസിക്കുക. എന്തിൽ വിശ്വസിക്കുക? യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. രക്ഷയ്ക്കുള്ള വഴി അതാണ് സഹോദരങ്ങളെ. അനുഗ്രഹത്തിനുള്ള വഴി ഇതാണ്. സൗഖ്യത്തിനുള്ള വഴി ഇതാണ്. നിത്യജീവനുള്ള വഴി ഒരേ ഒരു വഴി, യേശു മാത്രം. യേശു മാത്രം. നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. സഹോദര, നീ മാത്രമല്ല, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ പൗലോസ് പറയാണ്. ഇന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നോടും എന്നോടുമാണ് സംസാരിക്കുന്നത്. നീ വിശ്വസിക്കുക. നിനക്ക് രക്ഷ വേണോ? നിനക്ക് സമാധാനം വേണോ? നിനക്ക് സ്നേഹം വേണോ? നിനക്ക് ആനന്ദം വേണോ? നിനക്ക് അനുഗ്രഹവും അഭിവൃദ്ധിയും വേണോ? നീ യേശുവിൽ വിശ്വസിക്കുക. നീ യേശുവിനെ കണ്ടുമുട്ടുക. അവൻ നിനക്കായി നൽകിയിരിക്കുന്ന ഈ സൗജന്യമായ രക്ഷ നീ സ്വന്തമാക്കുക. വിശ്വാസത്തിലൂടെ സ്വന്തമാക്കുക. ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം ഈ രക്ഷയുടെ അനുഭവം ഉണ്ടാകും. അവർ യേശുവിനെ കണ്ടുമുട്ടുന്നു. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തമായി പ്രഘോഷിച്ചൊരു വചനമുണ്ട് കർത്താവിൻ്റെ സഭയോട്. 2000 വർഷമായി ഈ പരിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ് സഭ വളരുന്നത്. സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ പ്രധാനപ്പെട്ട വിശ്വാസ സത്യമാണ് യേശു ഏക രക്ഷകൻ. ജീസസ് ഈസ് ഓൺലി സേവിയർ. യേശു ഏക രക്ഷകൻ. അപ്പോസ്തല പ്രവർത്തനം 4:12 നമുക്ക് വചനം ശ്രദ്ധിക്കാം. ഒന്നിച്ച് സ്വരമുയർത്തി വായിച്ചെല്ലാവരും. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എന്താണ് പത്രോസ്ലീഹ പറയുന്നത്? ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനവരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവന് വേണ്ടി, നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും, എല്ലാവരും സ്വരമുയർത്തി പറഞ്ഞ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഏകനാമം യേശു മാത്രം. ഹല്ലേലൂയ. ഏകനാമം യേശു മാത്രം. യേശു മാത്രം. യേശു മാത്രം. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ? മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. എല്ലാ ജനത്തിനും വേണ്ടിയുള്ള രക്ഷ കർത്താവായ യേശുവാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താ? നമ്മളാരും നശിച്ചു പോകാൻ, നമ്മളാരും തകർന്നു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നീ ഒരു തകർന്ന വ്യക്തിയാണോ? നിന്റെ കുടുംബം ഇന്ന് തകർച്ചയിലാണോ? സഹോദരി, നീ കണ്ണുനീരിലാണോ? ഒരുപാട് വേദനിപ്പിക്കുന്ന നീറുന്ന അനുഭവങ്ങൾ നിന്നെ ഒത്തിരി അസ്വസ്ഥയാക്കുന്നുണ്ടോ? നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ്? നിന്റെ കുടുംബത്തെക്കുറിച്ച് എന്താണ് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്? നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുഹിതം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം
3-ാം അധ്യായം 16-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി, നിത്യജീവൻ, ശ്രദ്ധിക്കണമേ, നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവരാരും നശിച്ചു പോകാതെ, നമ്മളാരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണം. കർത്താവ് തൻ്റെ കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി. അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. നമ്മുടെ നിന്ദകളും അപമാനങ്ങളും കർത്താവ് ഏറ്റെടുത്തു. അവൻ നമുക്ക് വേണ്ടി ശിക്ഷകൾ അനുഭവിച്ചു. സഹോദരങ്ങളെ, ഈ വീണ്ടെടുപ്പ് ഈശോ നമുക്ക് നൽകിയത് നമ്മളാരും നശിച്ചു പോകാതിരിക്കാനാണ്. നമ്മുടെ കുടുംബങ്ങൾ നശിക്കുവാൻ, നമ്മുടെ ബന്ധങ്ങൾ നശിച്ചു പോകാൻ ഒരു നാളും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. രക്ഷ സ്വീകരിക്കാനുള്ള വഴി എന്താ? പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ കണ്ടുമുട്ടുക, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. അവരാരും നശിച്ചു പോവുകയില്ല. അങ്ങനെ നമ്മളാരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ നമുക്കായി നൽകുവാൻ തക്കവിധം ദൈവപിതാവ് നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അഗാപ്പേ, ആ സമ്പൂർണ്ണ സ്നേഹം, ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് കർത്താവ് യേശുവിന്റെ കുരിശിൽ നമ്മൾ കാണുന്നത്, അവന്റെ ക്രൂശ് മരണത്തിൽ കാണുന്നത്. സഹോദരങ്ങളെ, ദൈവപിതാവിന് നമ്മോടുള്ള സ്നേഹമാണ് പരിപൂർണമായ, അസമ്പൂർണമായ സ്നേഹം. അഗാപ്പയാണ്, അഗാപ്പെ. ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത സ്നേഹം. വിശുദ്ധ പൗലോസ് ഇത് വീണ്ടും സാക്ഷ്യപ്പെടുത്തുകയാണ്. തിമോത്തിയോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം, ഒരുമിച്ച വചനം വായിച്ച് കർത്താവിൻ്റെ രക്ഷ കൊണ്ട് നിറയാൻ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഹൃദയത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ രക്ഷയുടെ അനുഭവം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ, തലമുറകൾക്ക് നൽകണമേ, ഞങ്ങളുടെ സഭയ്ക്ക് നൽകണമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ വേണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കാൻ. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് 1 തിമോത്തി 2:4 സ്വരമുയർത്തി വായിക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ആരാഗ്രഹിക്കുന്നത്? ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. എല്ലാവരും രക്ഷ പ്രാപിക്കണം. നിങ്ങൾ ഒരുമിച്ച് അവതനേറ്റ് പറഞ്ഞ് എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും രക്ഷ പ്രാപിക്കണം. സകല ജനതകളുടെയും രക്ഷയാണ് കർത്താവിന്റെ ആഗ്രഹം. നമ്മളാരും നശിച്ചു പോകാൻ, നമ്മളാരും നിത്യനരകത്തിൽ നിബന്ധിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടിയല്ല നരകം രൂപപ്പെട്ടിരിക്കുന്നത്. അത് പിശാചിനും അവന്റെ വീണുപോയ ദൂതന്മാർക്കുള്ളതാണ്. നമ്മൾ നിത്യരക്ഷയിൽ ജീവിക്കുവാനും നിത്യജീവൻ സ്വന്തമാക്കുവാനുമാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. തൻ്റെ പീഡാസഹനങ്ങൾ, തൻ്റെ ജീവിതം, തൻ്റെ കുരിശുമരണം, തൻ്റെ ഉത്ഥാനം, ഇതിലൂടെ എല്ലാം കർത്താവ് നമുക്ക് നൽകിയത് ഈ നിത്യരക്ഷയുടെ അനുഭവമാണ്, ഈ വീണ്ടെടുപ്പിന്റെ അനുഭവം. സഹോദരങ്ങളെ, നമ്മളിത് തിരിച്ചറിയാതെ പോകരുത്. എല്ലാവരും രക്ഷ പ്രാപിക്കണം, സത്യം അറിയണം. സത്യം ആരാ? യേശുവാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 14:6 പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം, ഞാനാണ് സത്യം. സത്യം ഒത്തിരിയില്ല സഹോദരങ്ങൾ, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ് സത്യം. അപ്പോൾ ഈ സത്യത്തെ, യേശുവിനെ കണ്ടുമുട്ടണം. കർത്താവുമായൊരു എൻകൗണ്ടർ ഉണ്ടാകണം, ഒരു കണ്ടുമുട്ടലിൻ്റെ അനുഭവം ഉണ്ടാവണം. എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് നമുക്ക് നേടിത്തന്ന ഈ സൗജന്യമായ രക്ഷ നമുക്ക് ലഭിക്കുന്നത് അത് പരിശുദ്ധ കുദാശകളിലൂടെ, പരിശുദ്ധ വചനത്തിലൂടെ, കർത്താവ് യേശുവിലുള്ള വിശ്വാസത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ഈ രക്ഷയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നു. പൗലോസ് പറയുന്നുണ്ട് സഭയോട്, എഫെസസ്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വചനം, 2:8. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്,
വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണിത്. ആരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തിലൂടെ രക്ഷയിലേക്കുള്ള കൃപ കർത്താവ് നമുക്ക് തരികയാണ്. വിശ്വസിക്കുന്നവരിൽ ഈ കൃപ വ്യാപരിക്കുന്നു. ഈ ദൈവകൃപയാണ് നമുക്ക് രക്ഷയുടെ അനുഭവം തരുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. വിശ്വസിച്ച് രാമൻ പറഞ്ഞേ. ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ, കർത്താവിന്റെ സത്യവചനത്തിൽ വിശ്വസിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ കൃപയുണ്ട്. ഈ കൃപയാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഈ സൗജന്യ രക്ഷയിൽ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. വിശ്വാസം വഴി കൃപ വ്യാപരിക്കട്ടെ, വിശ്വാസം വഴി കൃപ ഒഴുകട്ടെ, വിശ്വാസം വഴി കൃപയാൽ നിറയട്ടെ, ദൈവകൃപയാൽ മുദ്രിതരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഇരുകരങ്ങൾ ഉയർത്തി ഒന്നിച്ചു വിളിച്ച് യേശുവേ വിളിച്ചു പ്രാർത്ഥിച്ച് ദൈവകൃപ കൊണ്ട് നിറയട്ടെ. വിശ്വാസം വഴി ലഭിക്കുന്ന കൃപയാൽ നമ്മൾ നിറയട്ടെ, കൃപയാൽ നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങൾ നിറയട്ടെ, കൃപയുടെ സമൃദ്ധിയിൽ നിറയട്ടെ. നമ്മുടെ തലമുറകളിലേക്ക് ഈ കൃപ ഒഴുകട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കൃപ വേണം അപ്പാ, കൃപ വേണം അപ്പാ, കൃപ വേണം കർത്താവേ. വിശ്വാസം വഴി ഞങ്ങൾക്ക് ലഭിക്കുന്ന കൃപ, ആ കൃപയുടെ സമൃദ്ധി കർത്താവേ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. സ്തുതിക്കുന്നു കർത്താവേ, ഈ മക്കൾക്ക്. കർത്താവേ കൃപ തരണമേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. കൃപ പകരണമേ, കൃപ പകരണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ കൃപയാൽ നമ്മൾ നിറയട്ടെ, കൃപയുടെ സമൃദ്ധിയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചു. കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ. ഹല്ലേലൂയ. കൃപയുടെ ഉടയവനേ, വിശ്വാസം വഴി ലഭിക്കുന്ന കൃപ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. ആഗ്രഹത്തോടെ ആനന്ദത്തോടെ എത്ര പേര് കൃപയ്ക്കായി ദാഹിക്കുന്നു. ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നു അവർക്ക് ഈ കൃപയുടെ സമൃദ്ധിയുണ്ട്, ഈ കൃപയുടെ സമൃദ്ധിയുണ്ട്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്, മക്കൾക്ക്, ഈ മക്കൾക്ക്. ആമേൻ, 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 ആമേൻ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം ഈ രക്ഷയുടെ സമൃദ്ധിയുണ്ട്. ആ കൃപയിലൂടെ, കർത്താവ് നമുക്കായി ഒരുക്കുന്ന ഈ കൃപയിലൂടെ അവരെല്ലാം ഈ രക്ഷയിൽ ജീവിക്കുന്നവരായി മാറുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ ക്രൂശിലെ ബലിയിലൂടെ, കർത്താവിൻ്റെ ജീവിതത്തിലൂടെ, അവൻ്റെ പീഡാസഹനത്തിലൂടെ, കർത്താവിൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച സമ്പൂർണ്ണമായ രക്ഷ. ഈ രക്ഷയുടെ പ്രത്യേകതകൾ എന്താണ്? എബ്രായ പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട്, 3-ാം അധ്യായം 1-ാമത്തെ വചനം. ഒരു മനസ്സോടെ വചനം വായിച്ച്
സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതൻ കർത്താവായ യേശുവാണ്. യേശുവിനെ പറ്റി ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതനായ ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? യോഹന്നാൻ ശ്ലീഹ പറയുന്നു, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. എത്ര ശക്തമായ വചനമാണ്! നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എൻ്റെ സഹോദരങ്ങളെ ഈ വചനത്തിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. സകല പാപങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്ന ആ പരിഹാര ബലിയാണ് നമ്മുടെ കർത്താവായ യേശു. ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട്. പൗലോസ് എഫെസസ്കാർക്ക് ലേഖനം 1-ാം അധ്യായം 7-ാം വചനത്തിൽ ഈ സത്യമാണ് പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുന്നത്. ആനന്ദത്തോടെ, വലിയ ആനന്ദത്തോടെ, ഉച്ചസ്വരത്തിൽ നിങ്ങൾ ആ വചനം എല്ലാവരും ഒന്നിച്ച് വായിച്ച്, ഒരു മനസ്സോടെ വായിച്ച്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. കർത്താവായ യേശുവിലൂടെ പാപമോചനവും അവൻ്റെ രക്തത്തിലൂടെ സമ്പൂർണമായ രക്ഷയും കൈവന്നിരിക്കുന്നു. ആമേൻ. എത്ര ശക്തമായ വചനം! യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട്, സമ്പൂർണമായ രക്ഷയുണ്ട്. നമ്മുടെ പൂർണ്ണമായ രക്ഷ അത് കർത്താവായ യേശുവാണ്. പൂർണ്ണമായ രക്ഷ. നമ്മൾ ഈ ദിനങ്ങളിൽ ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനങ്ങൾ, അതാ നമ്മളെ വലിയ അക്ഷരത്തിൽ ആ വചനം കാണിക്കുകയാണ്. കണ്ടോ, നിങ്ങൾ ഈ വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ധ്യാനിക്കണം. ഈ ദിനങ്ങളിൽ ഈ വചനം നിങ്ങൾ ഭക്ഷിക്കണം. ഈ വചനത്തിൻ്റെ മുകളിൽ തള്ളക്കോഴി ഈ കുഞ്ഞുങ്ങളുടെ മുകളിൽ ഇങ്ങനെ പുരുന്നടയിരിക്കുന്നത് പോലെ നിങ്ങൾ അടയിരിക്കണം. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കും. ഹെബ്രായ പുസ്തകം 7:25 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. ഈ സമ്പൂർണമായ രക്ഷയിൽ ഈ ആദ്യ ദിനത്തിൽ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ആ പെർഫെക്റ്റ് പവറാണ്. സമ്പൂർണമായ ശക്തി, പൂർണ്ണമായ ശക്തി. കർത്താവിൻ്റെ ശക്തി എന്ന് പറയുന്നത് 90% അല്ല, 99% 100% ആണ്. നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. അത് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ. ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 25-ാമത്തെ വചനം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഉണർവോടെ വചനം വായിക്കുക. നമുക്ക് നമ്മുടെ കർത്താവ് നേടിത്തന്ന ആ സൗജന്യ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കി, അതിൻ്റെ ശ്രേഷ്ഠത അനുഭവിച്ച്, അതിൻ്റെ ശക്തി നുകർന്ന് ആ ശക്തിയിൽ ജീവിക്കാൻ ഈ വചനം ഒന്നിച്ചു വായിച്ച്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം ശക്തമായി നമ്മോട് പറയുന്നൊരു സത്യം എന്താണ്? നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ കർത്താവായ യേശുവിന് കഴിവുണ്ട്. വിശ്വസിച്ച് പറഞ്ഞേ ആമേൻ, 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 ആമേൻ. നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവായ യേശുവിന് കഴിവുണ്ട്. നമ്മൾ എന്തിനാ ദൈവമക്കളെ അസ്വസ്ഥരാകുന്നത്? പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, വിട്ടുമാറ്റാൻ പറ്റാത്ത ചില പാപശീലങ്ങളുണ്ട്, കഠിനമായ ചില ബന്ധനങ്ങളുണ്ട്, അടിമത്തങ്ങളുണ്ട്, പല വിധത്തിലുള്ള ദുരിതങ്ങളും മുറിപ്പാടുകളും നൊമ്പരങ്ങളും നമ്മൾ ഒരുപാട് അസ്വസ്ഥമാക്കുന്നുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നിന്നോട് പറയാണ്, പൂർണ്ണമായി രക്ഷിക്കുവാൻ. നിന്റെ ജീവിതം എന്തുമാത്രം തകർന്നതായിക്കൊള്ളട്ടെ, ദുഃഖപൂരിതമാകട്ടെ, നിരാശയ്ക്ക് അടിമപ്പെട്ടതായിക്കൊള്ളട്ടെ, എന്തുമാത്രം വേദനയിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതായിക്കൊള്ളട്ടെ,
ആത്മീയമായും ബൗദ്ധികമായും പൂർണ്ണമായും നമ്മെ രക്ഷിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. ആമേൻ. യേശുവിന് മാത്രമേ അത് സാധിക്കൂ. ഹല്ലേലൂയ. പൂർണ്ണമായി രക്ഷിക്കുവാൻ. ഹെബ്രായ പുസ്തകം 7:16 നിങ്ങൾ വരിക. വചനം വിശ്വസിച്ച് വായിക്കും, വിശ്വാസത്തോടെ വചനം എല്ലാവരും വായിച്ച്. ഇവനോ ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല, പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് കേട്ടോ. ജീവന്റെ ശക്തി, അക്ഷയമായ ജീവന്റെ ശക്തി. എല്ലാവരും ഒരുമിച്ച് വചനം നേരിട്ട് പറഞ്ഞ്, അക്ഷയമായ ജീവന്റെ ശക്തി. ജീവന്റെ ശക്തി. നിങ്ങൾ ശ്രദ്ധിച്ചിങ്ങോട്ട് നോക്കിക്കേ, എന്താണ് ഈ അക്ഷയമായ ജീവന്റെ ശക്തി എന്ന് പറയുന്നത്? നശിച്ചു പോകാത്ത, ക്ഷയിച്ചു പോകാത്ത, നശിച്ചു പോകാത്ത ജീവന്റെ ശക്തിയാണ് കർത്താവ് യേശുവിനുള്ളത്. നശിച്ചു പോകാത്ത ശക്തി, ക്ഷയിച്ചു പോകാത്ത ശക്തി, നിത്യം നിലനിൽക്കുന്ന പൂർണ്ണമായ ശക്തി, പെർഫെക്റ്റ് പവർ. നമ്മുടെ കർത്താവിന്റെ ശക്തി അത് പെർഫെക്റ്റ് പവറാണ്, പരിപൂർണമായ ശക്തിയാണ്. ഹല്ലേലൂയ. ശക്തിയിൽ നിറയുവാൻ, ഈ ശക്തിയുടെ അനുഭവം ഉണ്ടാവാൻ, ഈ ശക്തിയാൽ വലിയ ഡെലിവറൻസ് ഉണ്ടാകാൻ, ഹീലിംഗ്സ് ഉണ്ടാകാൻ, മനസാന്തരം ഉണ്ടാകാൻ, പൈശാചിക കെട്ടുകൾ പൊട്ടാൻ, സാത്താൻ കോട്ടകൾ തകരാൻ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, ദേശങ്ങൾ ഉണർത്തപ്പെടുവാൻ, ജീവിതങ്ങൾ നവീകരിക്കപ്പെടുവാൻ. സ്തുതിക്കുന്നു കർത്താവേ. നശിച്ചു പോകാത്ത ശക്തി, അക്ഷയമായ ശക്തി, ജീവന്റെ ശക്തി, നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാൻ കർത്താവ് യേശുവിന് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയാണ്. ഹെബ്രായ പുസ്തകം 7:24 വായിച്ച്. എന്താണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത? പെർഫെക്റ്റ് പവറാണ്, പൂർണ്ണമായ ശക്തി. ശക്തി മാത്രമല്ല, വചനം പറയുന്നു, യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. ഫോർ എവർ എന്നേക്കും കർത്താവ് നിലനിൽക്കുന്നത്, എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ. ഒന്നിച്ചു പറഞ്ഞ, കർത്താവായ യേശു എന്നേക്കും നിലനിൽക്കുന്നവൻ, മാറ്റമില്ലാത്തവൻ, മാറിപ്പോകാത്തവൻ, നിത്യം നിലനിൽക്കുന്നവൻ, നശിച്ചു പോകാത്ത ശക്തി, നിത്യം നിലനിൽക്കുന്നവൻ. മൂന്നാമത് പറയാണ്, ഹെബ്രായർ 7:25 ഒരിക്കൽ കൂടെ വായിച്ച്. ഹെബ്രായ പുസ്തകം 7:25 ഒരിക്കൽ കൂടെ വായിച്ച്. എന്താ പറയുന്നത്? അവിടെ പറയുന്നു, കൊണ്ടു എന്നേക്കും ജീവിക്കുന്നവനായ അവൻ, എന്നേക്കും ജീവിക്കുന്നവനായ അവൻ. എല്ലാവരും പറഞ്ഞേ, എന്നേക്കും ജീവിക്കുന്നവനായ യേശു, മരണമില്ലാത്തവൻ, മരണമില്ലാത്ത യേശു, മരിച്ചു പോകാത്തവൻ, നിത്യനാണ് നമ്മുടെ കർത്താവ്, നിത്യനായ കർത്താവ്, നിത്യനായ ദൈവം, നശിച്ചു പോകാത്തവൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അവൻ നിത്യനാണ്, മരണമില്ലാത്തവനാണ്, എന്നേക്കും ജീവിക്കുന്നവനാണ്. നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. യെശയ്യാ 59:1 എന്താണ് പറയുന്നത്? രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയി. എൻ്റെ സഹോദരങ്ങളെ, ഏത് തകർച്ചയാകട്ടെ, എത്രമാത്രം വിനാശങ്ങളാകട്ടെ, എന്തുമാത്രം പ്രതിസന്ധികളാകട്ടെ, എത്രമാത്രം ബന്ധനങ്ങളോ അടിമത്വങ്ങളാകട്ടെ, എന്തുമാത്രം പൈശാചിക സ്വാധീനങ്ങളോ സാത്താൻ്റെ ആക്രമണങ്ങളോ തിരിച്ചടികളാകട്ടെ, അതിൽ നിന്നെല്ലാം പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവ് യേശുവിനെ കഴിയും. നിന്നെ രക്ഷിക്കാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ, നിന്റെ തലമുറയെ രക്ഷിക്കാൻ കർത്താവ് യേശുവിനെ കഴിയും. കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഏതൊക്കെ തലങ്ങളിൽ നിന്നാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്? ഒന്നാമതായി, നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരിക്കണമേ, ഒന്നാമതായി സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് കർത്താവ് നമ്മെ പൂർണ്ണമായി രക്ഷിച്ചിരിക്കുന്നു. നമ്മളിനി പിശാചിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബന്ധനങ്ങൾ എന്ന് പറഞ്ഞ് ബന്ധനങ്ങളെ ഭയപ്പെട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. നമ്മുടെ കർത്താവ് പൂർണ്ണമായും പിശാചിനെ തോൽപ്പിച്ചിരിക്കുന്നു. അതിനർത്ഥം പിശാച്ചില്ല എന്നല്ല, ബന്ധനങ്ങളില്ല എന്നല്ല.
പൈശാചിക പ്രവർത്തനങ്ങളില്ല എന്നല്ല. ഇന്ന് ലോകത്തിൽ പിശാച് ഒത്തിരി പ്രബലതയോടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ അവൻ്റെ രക്ഷയിലാണ് ജീവിക്കുന്നത്. അപ്രകാരം ജീവിക്കുന്ന ജീവിതങ്ങളിൽ പിശാചിന് സ്വാധീനമില്ല. അവിടെ ജീവിതങ്ങളെ തൊടുവാൻ പോലും പിശാചിനെ പറ്റുകയില്ല. വേടിൻ്റെ കെണികളിൽ നിന്ന് കർത്താവ് നമ്മളെ കാക്കും. പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ സംരക്ഷിക്കും. അവന്റെ എല്ലാവിധ തിരിച്ചടികളിൽ നിന്ന് കർത്താവ് നമ്മളെ പരിപാലിക്കും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. സാത്താന്റെ അടിമത്തങ്ങളിൽ നിന്ന്, ആധിപത്യങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു. എബ്രായ പുസ്തകം ആദ്യം നമുക്ക് കൊളോസസ്കാർക്കുള്ള ലേഖനം ശ്രദ്ധിക്കാം. പക്ഷെ പൗലോസിലെ കൊളോസസ്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 14-15 വചനങ്ങൾ ഉണർവോടെ ഈ വചനം വിശ്വസിച്ച് നിങ്ങൾ ഉച്ചത്തിലെ വചനം ഏറ്റുപറഞ്ഞ് വായിക്കുക. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ച്, ആധിപത്യങ്ങളെയും അധികാരം. ഏതാണ് ഈ ആധിപത്യം? പിശാചിൻ്റെ ആധിപത്യങ്ങൾ, ദേശങ്ങളിലുള്ള ആധിപത്യങ്ങൾ, കുടുംബങ്ങളിലുള്ള ആധിപത്യങ്ങൾ, സഭയിൽ ചില ആധിപത്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സമൂഹങ്ങളിൽ, ജനതകളിലുള്ള പൈശാചിക ആധിപത്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ പൂർണ്ണമായി വീണ്ടെടുത്ത് രക്ഷിച്ചു. അധികാരങ്ങൾ, പൈശാചിക അധികാരങ്ങൾ നമുക്കറിയാം പരമമായ അധികാരമല്ല, എങ്കിലും പിശാചിന് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്, ശക്തികളുണ്ട്. അത് ദൈവത്തിൻ്റെ അധികാരവും ശക്തിയല്ല, അത് പിശാചിൻ്റെ. അത് നമുക്കറിയാം, അതിന് ഒത്തിരി പരിമിതികളുണ്ട്, എങ്കിലും അവന് ചില പവർ ശക്തികളുണ്ട്. ഈ ശക്തികളെ എല്ലാം കർത്താവ് ഫ്രീസ് ചെയ്തു. തൻ്റെ കുരിശിൽ കർത്താവ് ഫ്രീസ് ചെയ്ത് കളഞ്ഞു. അതിനെ പരസ്യമേ അവഹേളന പാത്രങ്ങൾ, പിശാചിനെയും അവൻ്റെ വീണുപോയ ദൂതഗണങ്ങളെയും കർത്താവ് പരസ്യമായി കുരിശിൽ അവഹേളന പാത്രങ്ങളാക്കി. അവൻ്റെ തലയെ തകർത്തു, അവൻ്റെ പിടികളെ പൊട്ടിച്ചു, അവൻ്റെ ആധിപത്യങ്ങളെ തകർത്തു, അവൻ്റെ അധികാരങ്ങളെ നിർവീര്യമാക്കി കണ്ടു. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ച് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. നമ്മുടെ കുരിശിൽ കർത്താവ് നമ്മുടെ ആ കുരിശിൽ പരാജയപ്പെടില്ല ചെയ്തത്. ആ കുരിശിൽ കർത്താവ് വിജയം വരിച്ചു. ലോകം വിചാരിച്ചു യേശു തീർന്നു, യേശു അവസാനിച്ചു, അവൻ്റെ ജീവിതം മുഴുവൻ പരാജയമാണെന്ന് ലോകം കരുതി. എന്നാൽ പരിശുദ്ധ വചനം പറയുന്നു, തൻ്റെ കുരിശു മരണത്തിലൂടെ പൈശാചിക ശക്തികളുടെ മേൽ, ആധിപത്യങ്ങളുടെ മേൽ, അവൻ്റെ എല്ലാ അധികാരങ്ങളുടെയും മേൽ കർത്താവ് വിജയം ആഘോഷിച്ചു. കർത്താവ് സെലിബ്രേറ്റ് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു. മൈക്കിന്റെ കുറച്ചോട്ടോ സ്തുതിക്കുക, കുറച്ചോ. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. സെലിബ്രേറ്റ് ചെയ്യാണ്, ആഘോഷിക്കുകയാണ് സഹോദരങ്ങളെ. വിജയം ആഘോഷിച്ചു. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇനി പിശാചിനെ ഭയപ്പെടേണ്ടവരല്ല, സാത്താനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. ചില ആൾക്കാരുണ്ട്, ദൈവമേ ആ ബന്ധനം ഇങ്ങോട്ട് പോരും, ആ ബന്ധനം അങ്ങോട്ട് പോകും, ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ബന്ധനം എന്നെ തിരിച്ചടിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വികലമായ ചില വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യർ. പിശാചുണ്ട്, ബന്ധനങ്ങളുണ്ട്, പൈശാചിക തിരിച്ചടികളുണ്ട്. പക്ഷെ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നീ യേശുക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? നീ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാണോ ജീവിക്കുന്നത്? നീ കർത്താവിനോട് ചേർന്നുകൊണ്ടാണോ ജീവിക്കുന്നത്? നീ അവൻ്റെ വചനത്തിലാണോ ജീവിക്കുന്നത്? നിന്നെ തൊടാൻ പിശാചിന് പറ്റുകയില്ല, നിന്റെ കുടുംബത്തെ സ്പർശിക്കാൻ പിശാചിന് പറ്റുകയില്ല. നീ കർത്താവിൻ്റെ സംരക്ഷണത്തിന്റെ കീഴിലാണ്, നീ അവൻ്റെ രക്തത്തിന്റെ മറവിലാണ്, നീ അവൻ്റെ വചനത്തിന്റെ തണലിലാണ്, നീ അവൻ്റെ പരിശുദ്ധ ഹൃദയത്തിലാണ്. നീ ആരെയെ ഭയപ്പെടുന്നത്? സഹോദരങ്ങൾ, നമ്മൾ ആരെയെ ഭയപ്പെടുന്നത്? ആ പിശാച്, ഈ പിശാച്. ഇങ്ങനെ പിശാചിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. അവൻ പരാജയപ്പെട്ടവനാണ്. നമ്മുടെ കർത്താവ് അവനെ പരാജയപ്പെടുത്തി, അവൻ്റെ മേൽ വിജയം ആഘോഷിച്ചു. അവനെയും അവൻ്റെ സൈന്യനിരയും പരസ്യമായി
അവഹേളന പാത്രങ്ങളാക്കി. പരസ്യമായി കർത്താവ് അവഹേളിച്ചു. കരം പിടിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, നന്ദി കർത്താവേ. നമ്മൾ കുരിശിലൂടെ നമുക്ക് ലഭിച്ച ആ സാൽവേഷൻ, ആ രക്ഷയുടെ അനുഭവം, ആ വിജയത്തിന്റെ അനുഭവം, ആ കൃപയുടെ അനുഭവം, ആ വീണ്ടെടുപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്ക് സ്വീകരിച്ച് കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ തരണമേ, അഭിഷേകം തരണമേ, ശക്തി തരണമേ. കർത്താവേ, നന്ദി, നന്ദി കർത്താവേ. കാരണമായ ഭയത്തിൽ നിന്ന്, അനാവശ്യമായിട്ടുള്ള ദൈവവചനത്തിന് സത്യവിശ്വാസത്തിന് ചേരാത്ത ചില ആത്മീയതകളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ആമേൻ. പരസ്യമായ കർത്താവ് പിശാചിന്റെ ശക്തികൾ, അധികാരങ്ങളെ അവഹേളന പാത്രങ്ങളാക്കി. എബ്രായ പുസ്തകം 2-ാം അധ്യായം 14-15 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കളാകുന്നത് പോലെ അവൻ അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിനുമേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കുരിശിലെ മരണത്തിലൂടെ പിശാചിനെ നശിപ്പിച്ചു. ഉച്ചത്തിൽ പറഞ്ഞ പിശാചിനെ നശിപ്പിച്ചു. നമ്മുടെ കർത്താവായ യേശു പിശാചിനെ നശിപ്പിച്ചു. തൻ്റെ മരണത്തിലൂടെ, തൻ്റെ പീഡാസകനം, കുരിശുമരണം, തൻ്റെ ഉത്ഥാനത്തിലൂടെ പിശാചിനെ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മഹത്തരമായ രക്ഷയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ രക്ഷയെ അനുഭവിക്കാതെ നീ ജീവിക്കരുത്. ഈ രക്ഷയെ നീ തള്ളിക്കളയരുത്. കർത്താവ് നേടിത്തന്ന ഈ സൗജന്യ രക്ഷയെ നമ്മൾ നിരാകരിക്കരുത്. അത് മുറുകെ പിടിച്ച് ദിനംതോറും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പിശാചിനെ നശിപ്പിച്ചു തൻ്റെ മരണത്തിലൂടെ. എന്നെ ഒരുപാട് ആനന്ദിപ്പിച്ച് എനിക്ക് ഒത്തിരി ശക്തി തന്നൊരു വചനമാണ്. പിശാചിനെ നശിപ്പിച്ചു കർത്താവ് തൻ്റെ മരണത്തിൽ. അതുകൊണ്ട് ഈശോ മരിക്കാണ് ലോകത്തിലേക്ക് വന്നത്. നമുക്ക് വേണ്ടി മരിച്ച് പിശാചിന്റെ ആധിപത്യത്തെ, പിശാചിനെ നശിപ്പിക്കാൻ വേണ്ടിയ കർത്താവ് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു. യോഹന്നാൻ ശ്രീ സത്യം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, 1 ജോൺ 3:8 എന്താണ് വചനം പറയുന്നത്? ആ വചനം നമുക്ക് ഒന്നിച്ച് ഉച്ചത്തിൽ വായിക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ നമുക്ക് എന്തുമാത്രം പ്രത്യാശ തരുന്ന വചനമാണിത്. നമ്മുടെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന വചന. പിശാചിന്റെ പ്രവർത്തികൾ, നിന്റെ കുടുംബത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ, സഭയിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ, നമ്മുടെ കൂട്ടായ്മകളിലുള്ള, നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളെ നശിപ്പിക്കുവാനാണ് ദൈവപുത്രനായി ഈശോ ലോകത്തിൽ പ്രത്യക്ഷനായത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞേ. ഒരിക്കൽ കൂടെ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞേ. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടി കർത്താവായ യേശു പ്രത്യക്ഷനായി. എങ്ങനെയാണ് നശിപ്പിച്ചത്? അതാണ് ഹെബ്രായർ 2:15 കണ്ട് തൻ്റെ മരണത്തിലൂടെ, മരണത്തിന് അധികാരമുണ്ടായിരുന്ന പിശാചിനെ നശിപ്പിച്ചു. തൻ്റെ കുരിശു മരണത്തിലൂടെ, തൻ്റെ ഉത്ഥാനത്തിലൂടെ പിശാചിനെ ഈശോ നശിപ്പിച്ചു. അവരെ പ്രവൃത്തികളെ നശിപ്പിച്ചു. എന്തുമാത്രം വലിയൊരു രക്ഷയായി ഈശോ നമുക്ക് തന്നത്, വീണ്ടെടുപ്പ് തന്നത്. ഈ രക്ഷയിൽ നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കണം. നമ്മുടെ പവർ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് നമ്മുടെ ശക്തി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പവർ നമ്മൾ തിരിച്ചറിയുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ രക്ഷയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. രണ്ടാമത്, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ എല്ലാവിധ അടിമത്വങ്ങളിൽ നിന്നും
നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ചു. സമ്പൂർണമായ രക്ഷയിൽ പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനമുണ്ട്, പൂർണ്ണമായ മോചനം. പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു, റോമർ 8:2 എന്താണ് വചനം പറയുന്നത്? എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെ നിയമത്തിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്വങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സ്വാധീനങ്ങളിൽ നിന്ന് നിന്നെ വിമോചിപ്പിച്ചിരിക്കുന്നു, നിന്നെ ഡെലിവർ ചെയ്തിരിക്കുന്നു. പാപത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും യേശു ക്രിസ്തു നമുക്ക് വിമോചനം തന്നു. 1 യോഹന്നാൻ 1:7, 1 ജോൺ 1:7 എന്താ പറയുന്നത്? അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, എല്ലാ പാപങ്ങളിൽ നിന്നും, സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാ പാപം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാ പാപങ്ങളിൽ നിന്നും, 1, 2, 5, 10 അല്ല, സകല പാപങ്ങളിൽ നിന്നും കർത്താവായ യേശുവിൻ്റെ രക്തശരീരങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ കഴുകുന്നു, നമ്മളെ വിമോചിപ്പിക്കുന്നു. ഓ, എത്ര ശക്തമായ വചനം! ഈ വചനത്തിന്റെ ശക്തിയാൽ അനേകർ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടണം, നവീകരിക്കപ്പെടണം, സൗഖ്യം പ്രാപിക്കണം, ഡെലിവറൻസിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം അയച്ച കർത്താവിന്റെ ജനത്തെ സുഖപ്പെടുത്തണമേ, പാപബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ, പാപത്തിന്റെ സ്വാധീനങ്ങളെ നിർവീര്യമാക്കണമേ, പാപത്തിന്റെ പിടിയിൽ നിന്ന് ആയിരങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. നിങ്ങൾ ഏറ്റെടുത്തോ ഈ വചനത്തിന്റെ പവർ അനേക കർത്താവ് തന്നുകൊണ്ടിരിക്കും, അനേകരിലേക്ക് ഭക്ഷിച്ചുകൊണ്ടിരിക്കും, അനേക കുടുംബങ്ങളിലേക്ക് ഇതിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. 1 യോഹന്നാൻ 1:7 കർത്താവിന്റെ രക്തശരീരങ്ങൾ, കർത്താവിന്റെ പരിശുദ്ധ വചനം, കർത്താവിന്റെ രക്ഷയുടെ ശക്തി കുടുംബങ്ങളെ സ്വതന്ത്രമാക്കട്ടെ, തലമുറകളെ സുഖപ്പെടുത്തണം, ജീവിതങ്ങൾ നവീകരിക്കട്ടെ. ഓ, ശക്തമായ അഭിഷേകം കർത്താവ് തരുന്ന സഹോദരങ്ങളെ, വിശ്വാസത്തിലൂടെ ആത്മാവ് തരുന്ന ഈ അഭിഷേകവും സൗഖ്യം നിങ്ങൾ സ്വീകരിക്കുക. ഒരു വചനം കൂടി ആത്മാവ് തരുന്നുണ്ട്. പൗലോസിലേക്ക് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വചനം. ശ്രദ്ധാപൂർവ വചനം വായിച്ച് 2 കൊരിന്തോസ് 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. പാപം അറിയാത്ത യേശു ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതനായ ഈശോ, അവൻ ഒരിക്കൽ പോലും പാപം ചെയ്യാത്തവനാണ്. പാപമില്ലാത്ത യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. എന്തിനു വേണ്ടി? പാപത്തിൻ്റെ വിഷക്കൊമ്പുകളെ മുറിച്ചു കളയുവാൻ, വിച്ഛേദിക്കുവാൻ, പാപത്തിൻ്റെ സകല ദുഷിപ്പുകളെയും പിഴുതുകളയുവാൻ നമുക്ക് വേണ്ടി പാപമറിയാത്ത യേശുവിനെ ദൈവപിതാവ് നമ്മുടെ പാപമാക്കി മാറ്റി. അങ്ങനെ നമ്മൾ ഫ്രീ ആക്കി, നമുക്ക് സ്വാതന്ത്ര്യം തന്നു, രക്ഷ തന്നു, നമുക്ക് വീണ്ടെടുപ്പ് തന്നു. സഹോദരങ്ങളെ, അസമ്പൂർണ്ണ രക്ഷയിൽ സകല പാപങ്ങളിൽ നിന്നുള്ള വിമോചനമുണ്ട്, നമുക്ക് ശുദ്ധീകരണമുണ്ട്. 3-ാമതായി, മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ഈ സമ്പൂർണ്ണ രക്ഷയിൽ നമ്മൾ മനസ്സിലാക്കണം, മാനസികമായ, മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഈ തലങ്ങളിൽ പൂർണ്ണ ഹീലിംഗ്, പരിപൂർണമായ സൗഖ്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 53:5 പരിശുദ്ധ വചനം പറയുന്നു. യെശയ്യാ 53:5, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ കർത്താവിൻ്റെ മുറിപ്പാടുകളിൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. എൻ്റെ സഹോദരങ്ങളെ, പിലാത്തോസിൻ്റെ പ്രത്രോറിയത്തിൽ വെച്ച് കർത്താവ് ചമ്മട്ടികൾ കൊണ്ട് അടിക്കപ്പെട്ടത്, അടികളെല്ലാം സ്വന്തം ശരീരത്തിൽ കർത്താവ് ഏറ്റെടുത്തത് നമ്മളെ സുഖപ്പെടുത്തുവാൻ, നമ്മെ ഹീൽ ചെയ്യാൻ,
മാനസികവും ശാരീരികവുമായി നമ്മളെ സൗഖ്യമുള്ളവരാക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ സുഖപ്പെടുത്തുവാൻ, തകർന്ന ബന്ധങ്ങളെ സൗഖ്യമാക്കാൻ, നമ്മുടെ തലമുറകളെ സുഖപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുറിവേറ്റവനായി. അവൻ മുറിവേറ്റു, അവൻ മുറിക്കപ്പെട്ടു, പിളർക്കപ്പെട്ടു, അവന്റെ ശരീരം ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ആ ക്ഷതങ്ങളിൽ നാം ഹീലിംഗ് 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 സൗഖ്യമുള്ളവരായി മാറ്റപ്പെട്ടു. സഹോദരങ്ങളെ, സൗഖ്യം ദൈവജനത്തിൻ്റെ അവകാശമാണ്. ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുവോ അവരുടെ അവകാശമാണ് സൗഖ്യം. മാനസികവും വൈകാരികവും ശാരീരികവുമായ സൗഖ്യം കർത്താവ് തൻ്റെ ജനത്തിന് പ്രദാനം ചെയ്യും. ചില രോഗങ്ങൾ പ്രാർത്ഥിച്ചിട്ടും സുഖപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ആ ചില രോഗങ്ങളിലൂടെ കർത്താവ് തന്നെ വിശുദ്ധീകരിക്കുന്നുണ്ട്. ആ സഹനത്തിലൂടെ അനേകം ആത്മാക്കളെ കർത്താവ് വിശുദ്ധീകരിക്കുവാൻ അതൊരു കൃപയായി പലതും കർത്താവ് അനുവദിക്കും. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും സുഖപ്പെടുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സുഖപ്പെടാത്തത് കൊണ്ട് നിന്റെ വിശ്വാസക്കുറവ് കൊണ്ടും നിന്റെ പാപം കൊണ്ടല്ല. ചില രോഗങ്ങൾ കർത്താവ് അനുവദിക്കും നിന്റെ വിശുദ്ധീകരണത്തിനും അനേകരുടെ വിശുദ്ധീകരണത്തിനും. അനേക രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടും. രണ്ടിനോട് നമ്മൾ നന്ദി പറയണം. സൗഖ്യം കിട്ടിയതിനോർത്ത് നന്ദി പറയാം. ഇനി നമുക്ക് ശാരീരികമായൊരു സൗഖ്യം കിട്ടിയില്ലെങ്കിലും ആ രോഗത്തെ കൃപയായി സ്വീകരിക്കാൻ കഴിയുന്നത് അത് വലിയ സൗഖ്യമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും നല്ലതുപോലെ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 വചനങ്ങൾ ശ്രദ്ധിക്കുക. 8-16-17 എന്താ വചനം പറയുന്നത്? സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേക രോഗികളെ കർത്താവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. ഈ രോഗികളെല്ലാം വചനമയച്ച് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് കർത്താവിൻ്റെ സത്യത്തിൻ്റെ വചനമാണ്. ഇത് നിർമ്മലമായ വചനമാണ്. ഇത് പരിശുദ്ധമായ വചനമാണ്. ഈ വചനത്തിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. നിന്റെ ജീവിതത്തിലെ രോഗക്കെട്ടുകളെ പൊട്ടിച്ച് നിന്നെ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയും. This is a word of God. അവൻ വചനമയച്ച് പിശാചുകളെ പുറത്താക്കി, രോഗികളെ സുഖപ്പെടുത്തി. അനേകം രോഗികൾക്ക് സൗഖ്യം കിട്ടി. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇത് ചെയ്തത്? അനേകർക്ക് മാനസികമായി തകർന്നു വന്ന മക്കളെ സുഖപ്പെടുത്തി, ശാരീരിക രോഗികളെ സുഖപ്പെടുത്തി. 17-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, 8-17, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. എന്തിനു വേണ്ടിയാ? അവൻ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. ആ പ്രൊഫസി നിറവേറപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമുക്കായി നേടിത്തന്ന ആ സമ്പൂർണ്ണ രക്ഷയിൽ മാനസികവും ശാരീരികവുമായ സൗഖ്യമുണ്ട്. നമ്മൾ ആരും നിരാശപ്പെട്ടിരിക്കരുത്, തകർന്നിരിക്കരുത്. കർത്താവിൻ്റെ മുറിപ്പാടുകളിലേക്ക് നോക്കുക. അവൻ്റെ മുറിവുകളിൽ എനിക്ക് സൗഖ്യമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന രോഗപീഠകൾക്ക്, എൻ്റെ ശാരീരികമായ അവശതകൾക്ക്, എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകൾക്ക്, എൻ്റെ മനസ്സിൻ്റെ ദുർബലതകൾക്ക്, എൻ്റെ കർത്താവിൻ്റെ മുറിപ്പാടുകളിൽ എനിക്ക് സൗഖ്യമുണ്ട്. സൗഖ്യം എൻ്റെ അവകാശമാണ്. എനിക്ക് സൗഖ്യമുണ്ട്. യെസ്, യു ബിലീവ്. നീ വിശ്വസിക്കണം. ആ മുറിപ്പാടുകളിൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചന പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നു. 4-മതായി സഹോദരങ്ങളെ, നിത്യമായ മരണത്തിൽ നിന്ന്, കർത്താവിൻ്റെ സമ്പൂർണ്ണ രക്ഷയിൽ നിത്യമരണത്തിൽ നിന്ന്, ഇറ്റേണൽ പണിഷ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു വീണ്ടെടുപ്പ് തന്നു. ആരെല്ലാം കർത്താവിൻ്റെ രക്ഷയിൽ ജീവിക്കുന്നുവോ അവർക്ക് നിത്യമരണമില്ല, അവർക്ക് രണ്ടാമതൊരു മരണമില്ല. അവർ കർത്താവിനോട് കൂടെ ജീവനിലാണ്. ഇറ്റേണൽ ലൈഫ്, നിത്യജീവനിലാണ് അവർ. പൗലോസിലെ സഭയോട് പറഞ്ഞു, റോമക്കാർക്കുള്ള ലേഖനം 8:1, റോമൻസ് 8:1 എന്താണ് വചനം പറയുന്നത്? ഒരുമിച്ച് ആ വചനം ശ്രദ്ധിച്ച് വായിച്ചേ. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുമോ, അവൻ്റെ രക്ഷയിൽ നിരന്തരം ജീവിക്കുന്നുവോ അവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:47, യോഹന്നാൻ 6:47, അവർക്ക് നിത്യജീവനുണ്ട്.
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ആ വചനം വായിച്ച് ഒരിക്കൽ കൂടെ വായിച്ച്. വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ. അവന് നിത്യമരണമില്ല, അവന് നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:54 ആ വചനം കൂടി ഉച്ചത്തിൽ നിന്ന് വായിച്ച്. എന്താ പറയുന്നത്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ആരെല്ലാം ഈ രക്ഷയിൽ ജീവിക്കുന്നുവോ, ഈ സമ്പൂർണമായ രക്ഷ സ്വീകരിക്കുന്നുവോ, അവർക്ക് നിത്യജീവനുണ്ട്. നിത്യമരണമില്ല, രണ്ടാമതൊരു മരണമില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ രക്ഷയിൽ ജീവിക്കുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ഈ സൗജന്യമായ രക്ഷ നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹങ്ങളിൽ എല്ലാം ഈ രക്ഷയുടെ സമൃദ്ധി ഉണ്ടാകട്ടെ. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുക.